ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഇരുളിലിരിപ്പവനാര് ചൊൽക നീയെന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോടു നീയുമാരെന്നരുളുമിതിൻ പ്രതിവാക്യം ഏകമാകും. ആത്മജ്ഞാനത്തിലേക്ക് നാം ഉണരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കഴിഞ്ഞ പദ്യത്തിൽ ഗുരു പരാമർശിക്കുകയുണ്ടായി. ഇനി ഈ ജ്ഞാനത്തെ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഒരു ഇരുട്ടുമുറി സങ്കല്പിക്കുക. ഇരുളിൽ നമുക്കൊന്നും കാണാനാകുന്നില്ല. എന്നാൽ മുറിക്കകത്ത് കയറിയ നമുക്ക് മുറിയിൽ ആരോ ഉണ്ട് എന്ന് ബോധ്യമാകുന്നു. നാം ഉടനെ ചോദിക്കുന്നു, ഇരുളിൽ ഇരിക്കുന്നത് ആരാണ്? പറയൂ. ഞാൻ എന്ന് അയാൾ മറുപടി പറഞ്ഞു. മാത്രമല്ല, ആരാണ് മുറിക്കകത്തേക്ക് കയറി വന്നതെന്നും അയാൾ ചോദിക്കുന്നു. ഞാൻ എന്ന് കയറിയയാളും പറയുന്നു. രണ്ടുപേർക്കും പരസ്പരം കാണാനാകുന്നില്ല. എന്തിന്? സ്വയം പോലും കാണാനാകുന്നില്ല. എന്നിട്ടും രണ്ടുപേരും ഞാൻ എന്ന ഏക ഉത്തരമാണ് നൽകുന്നത്. കാണുന്നില്ല എങ്കിലും ഞാൻ ഉണ്ടെന്ന അനുഭവം ഇരുവർക്കുമുണ്ട്. കൂടാതെ ഇരുവരുടെയും ഉത്തരം ഒന്നു തന്നെയാണ്, ഞാൻ. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കാഴ്ചകൾക്ക് എല്ലാം അപ്പുറം സ്പന്ദിക്കുന്നത് ഒന്നു മാത്രമാണ്, ഞാൻ എന്ന ബോധം. അതായത് ആത്യന്തികമായി ഇവിടെ ഒന്നേയുള്ളൂ, അത് ഞാനാണ്. എന്നിലും അപരനിലും ഉള്ളത് ഞാനാണ്. അപ്പോൾ ഞാനെന്നതും അപരത്വമെന്നതും വേറെയല്ല, എല്ലാം ഒന്നു തന്നെയാണ്. അതാണ് ആത്മസത്ത. അവിടെ ശരീരമില്ല. ശരീരമല്ല ഞാൻ. മുറിക്കകത്തേക്ക് കയറി ചെല്ലുന്ന നമുക്കും മുറിക്കകത്തിരിക്കുന്ന വ്യക്തിക്കും ഞാൻ മാത്രമാണ് യാഥാർത്ഥ്യം. ഈ ഞാനാണ് എല്ലാത്തിലും ഉള്ളത്. നിർവാണ ഷഡ്കത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർന തേജോനവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ ഞാനല്ല. ചെവി, നാക്ക്, മൂക്ക്, കണ്ണ് എന്നിവ ഞാനല്ല. ആകാശം, ഭൂമി, തേജസ്, വായു എന്നിവയും ഞാനല്ല. പിന്നെ ആരാണ് ഈ ഞാൻ? ചിദാനന്ദരൂപമായിരിക്കുന്ന ശിവമാണ് ഞാൻ. ഇത് ഒരാളിൽ മാത്രമല്ല, എല്ലാവരിലുമുള്ളത് ഈ ചിദാനന്ദരൂപമാണ്. അത് അറിയാനാകുന്നതാണ് യഥാർത്ഥ അറിവ്. ആ അറിവ് തന്നെയാണ് ആത്മജ്ഞാനം.